എടി എടാ മലയാളി പാരൻസ് ഉണ്ടായത് യഹൂദി കണക്ഷനുള്ള ജീൻസുള്ള കേരള എന്ന് പറഞ്ഞ സ്ഥലമാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അടുത്ത്. അതുകൊണ്ട് കൊല്ലം തിരുവനന്തപുരം അല്ല അത്. തമിഴത്ത് കണക്ഷൻ ഉള്ളത് യഹൂദി ജീൻസുള്ള ഇവിടെ യാത്ര ഒരു 20 സെഞ്ചുറി മുമ്പ് വന്നിട്ട് ഇവിടെ ഉള്ളത് തൃശ്ശൂരും കൊച്ചി കിടക്കുന്നത് കണ്ണൂർ കിടക്കുന്നതൊക്കെ മലയാളി ജീൻസ് ഉള്ളത്. മലയാളി ഇവർക്ക് പാരൻസ് ഉണ്ടായത്. ഞാൻ എന്തിനാണ് ഹിന്ദിക്കാരെ ബോധിപ്പിക്കേണ്ട ആവശ്യം? ഇവിടെ ഹിന്ദി ഞാൻ പറയണ്ട. ഹിന്ദിക്കാർ വല്ല ഗുട്കയും കഴിച്ച് മലയാളി പാൻപരാഗ് പോലെ ഹിന്ദി ഗുട്കകൾ 25 മാർക്ക് കിട്ടിയ ഭാഗ്യം മലയാളം പഠിച്ചു കഴിഞ്ഞാൽ. അവർ മലയാളം പഠിച്ചിട്ടില്ലേ? അവർ മലയാളം പഠിക്കൂല, എഴുതി പഠിക്കില്ല. ഒരു 5 വർഷമെങ്കിലും 8 വർഷമെങ്കിലും 75 മാർക്ക് കിട്ടണ രീതിയൊന്നും ഇല്ല അവർക്ക്. പിന്നെ ഞാൻ എന്തിനാ അവരെ ബോധിപ്പിക്കേണ്ട കാര്യം? നിങ്ങളെന്തിനാ അവരെ വഴി തെറ്റിക്കേണ്ട കാര്യം? ഞാൻ അവരെ വഴി തെറ്റിക്കാൻ പോയാ ഇങ്ങനത്തെ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞിട്ട് അവരെ കുറിച്ചോ എന്നെക്കുറിച്ചോ നിങ്ങളെ കുറിച്ചോ എപ്പോഴെങ്കിലും? പിന്നെ അങ്ങോട്ട് ദ്രോഹിക്കാണ്ട് നിങ്ങൾ ഈ വളി പെട്ടെന്ന് ഉപയോഗിക്കേണ്ട കാര്യം എന്തത്? നിങ്ങൾക്ക് സ്വയം ഇരുന്നൂട്ടി വാങ്ങണം ഇത്രയൊക്കെ ആഗ്രഹമാണോ? എടാ, നിങ്ങൾ ജീവിക്കാൻ ധൈര്യമില്ല, അതുകൊണ്ടാണ് കുടിച്ചിടാക്കടിച്ച് നടക്കുന്നത്. അത് ഞാൻ അവിടെ ചെയ്യണ്ട. മലയാളി പാരൻസ് ആയതുകൊണ്ട് ഞാൻ അവരെ അനുകരിക്കാൻ നടക്കണ്ട. അവർക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയോ? ഹിന്ദി കുട്ടികൾക്ക് വല്ല അറിയോ? മലയാള ക്രിസ്ത്യാനിറ്റിയാ. അവർ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദി, യു മാറ്റി ഐ മാറ്റി ഹിന്ദി. അതാണ് ഗുട്ക പാൻപരാഗ്. മലയാളി പാൻപരാഗ് ഹിന്ദി ഗുട്ക. ഹിന്ദി ഗുട്ക എന്ന് പറഞ്ഞ് നടക്കണം. അവർക്ക് വല്ല ഗുണമുണ്ടാ? ഇത് ദേഷ്യപ്പെട്ട് പറയാത്തതുകൊണ്ട് ഞാൻ ഫുൾ ഫ്രീ ആയിട്ട് ഇത്ര നേരം പറയുന്നത് അങ്ങനെയായിരുന്നു. എത്ര വയസ്സ് വരെ ഞാൻ ചെറുപ്പം കാത്ത് സൂക്ഷിക്കുകയും ചെയ്യും. എനിക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല, മേക്കപ്പും ഇല്ല, കൃത്രിമവും ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ തോൽക്കാനല്ലേ ഒരുപെടണേ? ഒരു വിദ്യാഭ്യാസത്തിലത്ത് കാടുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. മലയാളത്തിനെ കുറിച്ച് ഹിന്ദിക്കാർക്ക് എന്താ അറിയുക? നിങ്ങൾ കുറേ മലയാളി കുട്ടികളൊക്കെ 8-9 വയസ്സ് തൊട്ട് ഒരു വൃത്തിയുടെ സ്വപ്നം തൊട്ട് 18-19 പഠിക്കാൻ വന്നിട്ട് അവിടെ തൊട്ട് ഞാൻ സർക്കംസ്ട്രക്ഷൻ ചെയ്തിട്ടില്ല. എനിക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ഒന്നും അങ്ങോട്ട് ആവുന്നത് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് ഹിന്ദിക്കാരുടെ കൂടെ ഹിന്ദി കുട്ടിക്കും പറഞ്ഞ് മലയാളി പാൻപാരാഗ് പറഞ്ഞ് മലയാളികളെ ഇരിക്കുന്നുണ്ട് ഇല്ലേ? അത് ഞാൻ അവിടെ ചെയ്യേണ്ട. എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട കാര്യം എന്തത്? അവിടെ ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇവിടെ വന്ന് പേര് വിളിച്ച് ഇവിടെ വന്ന് സംസാരിക്കണം അല്ലേ? എനിക്ക് അവർ നോക്കേണ്ട കാര്യം എന്താ? എനിക്ക് അങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യും. അത് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാത്തത്, അല്ലാണ്ട് ഷോർട്സ് വാക്ക് തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുന്നത്. ഷോർട്സ് വാക്കുകൾ പറഞ്ഞ് ഷോർട്സ് കഴിച്ചിട്ട് ഡ്രഗ് അടിച്ച് കൊടുത്ത് നടന്നിട്ട് ക്രിസ്ത്യാനിറ്റിനെ മറന്ന് സ്പിരിച്വൽ പ്രൈഡ് മറന്ന് അതിന് ഉടമ്പടിയും മറന്ന് ഇല്ലാണ്ട് മറന്ന് ബോധത്തോടെ ചെയ്യാതിരിക്കുന്നതല്ല. അത് ബോധത്തോടെ ചെയ്യുന്നത്. അത് കാര്യം നിറവേറ്റാനായിട്ട്, കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് യേശു എവിടെയാണ് കുടിച്ചിട്ടൊക്കെ അടിച്ചതാണ്? ചെഗുവേരയാണോ യേശുവ? കന്നാബീസിന് അഡിക്റ്റ് ആണോ അത്? പിണറായി വിജയൻ കഴിഞ്ഞിട്ടുള്ള കാലത്തിനെ കുറിച്ചാണ് 20 സെഞ്ചുറി മുമ്പ് വന്നത്. നിങ്ങൾ പെട്ടതലയാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പഴകിയവരെ അനുകരിച്ചിട്ട് പെട്ടതലയാവുന്നതും കൊടവേറാവുന്നതും കുടിച്ചിട്ടാക്കടിച്ചാക്കുന്നതും. ഇവിടെ ഇവരുള്ള കാര്യങ്ങൾ പറയണേ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ശിഖണ്ഡികളെ ആരാധിക്കണവർ. ചാക്കോ ചൂക്കോ പൂക്കോ ഷാക്കോ ഇഗ്നേഷ്യസും പഴകിയ മോന്തിയും എൻ്റെ അടുത്തുകൊണ്ട് വെച്ചാൽ എൻ്റെ പേരും കണക്ഷനും പെർഫെക്ഷൻ അനുസരിച്ച് സാമ്യത വരില്ല. അവർ ഉണക്ക മോന്തൽ വയസ്സായിട്ട് ആകെ അവർക്ക് ഒത്ത ഭാര്യയുണ്ട്, മക്കൾ ആ ടൈപ്പിലാണ്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, ഷോർട്സ് വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അവർക്കറിയില്ല. അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ല. അവർക്ക് എഡ്യൂക്കേഷൻ ആയിട്ട് ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി 96-82 മാർക്ക് കിട്ടിയാൽ പോലും ബാക്കിയുള്ള വെഡികൾ പറഞ്ഞു കേട്ടിട്ട് കുടിച്ചിട്ടടിച്ച് ബോധമില്ലാത്ത ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അത് ഷോർട്സ് വാക്കുകളും പറഞ്ഞ് നാവിന്ന് വളി വെട്ട വൃത്തികെട്ട എന്നുള്ള സംസാരമാണ് അവരുടെ. അപ്പോൾ എനിക്ക് ഹിന്ദിക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് മലയാളം അറിയില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ കൊല്ലിക്കണ പോലെ ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ചെയ്യണ പോലെ വിപരീതം ചെയ്യണവർ ഖുറാൻ വായിച്ചിട്ട് അടി കൂടണ പോലെ ശിഖണ്ഡികളെ ആരാധിച്ച് നടന്നിട്ട് നിർജ്ജീവമായത് നശ്വരമായത് തല്ലി ഉടയ്ക്കാണ്ട് അടി കൂടി നടക്കണ പോലെ ചെയ്യണത്. ഇത് അടി കൂടാൻ പറയണല്ലോ. നിങ്ങൾക്ക് എന്താ ധൈര്യം ഇല്ലാത്തത് ജീവിക്കാനായിട്ട്? ധൈര്യം ഇല്ല ജീവിക്കാൻ. അതുകൊണ്ടാണ് കുടിച്ചിടക്കടിച്ച് നടക്കുന്നത്. കുറേ സ്ത്രീകളെ വെറുതെ ബോധിപ്പിക്കാനായിട്ട് ധൈര്യം ഇല്ലാണ്ട് കഴുത്തിന് വെട്ടേറ്റ് ചത്ത് കഴിഞ്ഞാൽ ധൈര്യം ഇല്ലാണ്ട് ചാവും. അതിനു വേണ്ടിയാണ് നിങ്ങൾ കുടിച്ചിടക്കടിച്ച് നടക്കുന്നത്. അതെങ്ങനെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എങ്ങനെയാണ്? കുടിച്ചിടക്കടിച്ച് തമ്മിൽ കൊല്ലിച്ച് തമ്മിൽ ആത്മഹത്യ ഏൽപ്പിച്ച് ഹിന്ദിക്കാർക്ക് മലയാളം അറിയാത്ത വേറെ എന്ത് വൃത്തികെട്ട വാക്കുകൾ നിങ്ങൾക്ക് പൂർണ്ണ അറിവില്ല അതിനെക്കുറിച്ച്. ഫ്രോഡ് സർട്ടിഫിക്കറ്റ് മേടിച്ച് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് അതിന് ജോലി ചെയ്ത് തമ്മിൽ കൊല്ലിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പറയുമോ തമ്മിൽ കൊല്ലിക്കുന്നത് എന്തിനാണ്? ഹിന്ദിക്കാരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളെന്തിനും നാവിന്ന് വളി വിട്ട് തമ്മിൽ കൊല്ലിക്കാൻ നടക്കണേ? അതാണ് പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ. ഇവിടെ വേസ്റ്റ് ഇല്ല എന്നറിയാം. പിന്നെ ഇതിനെ വേസ്റ്റ് ഉള്ള പോലെ കുടിച്ചിടക്കടിച്ചിടണ ആദിവാസി സ്ത്രീകളെ കൊണ്ട് ടക്കടിപ്പിക്കാൻ നടക്കണേ? അവർ വായിൽ തൂറി വെക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, ബോധമില്ല. കുട്ടിയും കഴിച്ചൊരു കുരുട്ട് മോന്തകളെ പറഞ്ഞിരിക്കുക. ഇവിടെ ഇപ്പോൾ ന്യൂസായിരിക്കും വെച്ചേക്കണേ, TV ആയിരിക്കും വെച്ചെടുക്കണേ. അത് നിനക്കെന്താ?
ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ ആദ്യമായിട്ട് നിങ്ങളെ എളിപ്പിയരായി പോയില്ലേ. ഞാനിവിടെ ആദ്യമായിട്ട് വന്നതാണ്, ഫ്ലാറ്റിൽ ആദ്യമായിട്ട് വന്നതാണ്. ഇവിടെ ആരും ഗാർഡെന്ന് വിളിക്കണം നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോറ്റ മണ്ടന്മാരല്ലേ, മണ്ടൻ ശിവനെ ആരാധിക്കണവർ. മന്ദബുദ്ധികളായ ഇപ്പനെയും റക്കടിപ്പിച്ച് നടന്നത് തമ്മിൽ കൊല്ലിച്ച് നടക്കാണ്. ശിഖണ്ഡികൾ ആരാധിക്കണ പെണ്ണുങ്ങൾ പറയോ? തമ്മിൽ കൊല്ലിച്ച് എളിബേരായി പഴകിയവർ അനുകരിച്ച് 37 വയസ്സായിട്ടുള്ളവർ. ഇത് ചെറിയ വീഡിയോ, അപ്പോൾ ചെറിയ വീഡിയോ ആയിട്ട് എനിക്ക് കയറ്റിയാൽ മതി. 78 വയസ്സായവർ അനുകരിച്ചിരിക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും അറിയാം. വീണ്ടും അവർ ബോധിപ്പിക്കാൻ പോവോ? ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ ആ വിഡ്ഢികളെ നോക്കാൻ പോകണ്ടേ? ഡ്രഗ് അടിച്ച് കുടിച്ച് മണ്ടശിവനെ ആരാധിച്ച് മുസ്ലിംസും റോം കാത്തലിക്സും തമ്മിൽ കൊല്ലിച്ച് നടക്കുന്നത്, ഡ്രഗ് അടിച്ച് ധൈര്യമില്ലാണ്ട് സാവന്താണ് പിടിച്ച് നിൽക്കുന്നത്. നിങ്ങൾക്ക് നാണല്ലടാ, നിങ്ങൾക്ക് വല്ല കിറുക്കുണ്ട്. നിങ്ങൾക്ക് ഹിന്ദിക്കാരെ വരെ തമ്മിൽ കൊല്ലിക്കുക നിങ്ങൾ. അവർക്ക് മലയാളം അറിയില്ല. ഒരു മലയാളി പാൻപരാഗും അവൻ്റെ ഹിന്ദി കുട്ടിക്കും. ഇവിടെ ഞാൻ ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് പ്രൂഫും ഇല്ല. അതിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഏതോ പഴകിയ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, ജീവനാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറയുമ്പോൾ, പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, പാതിരികളുടെ കക്ഷത്തിൽ തന്നെ ഫോട്ടോ എടുക്കണമെന്ന് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും ഇവരെല്ലായ്മ ആവർത്തിക്കേണ്ട കാര്യമുണ്ട്. പാതിരികളുടെ കൂടെ കക്ഷത്തിൽ ഫോട്ടോ എടുക്കണവരെ കുരുട്ട് മോന്തകളായ പഴകിയവരെയും പറഞ്ഞിരിക്കുക, ഇഗ്നേഷ്യസും ചാക്കവും പീതാംബരനും. ഇത് ബൈബിളിൽ തന്നെ പറയണേ, ബൈബിളിൽ തന്നെ പറയണേ. ഇപ്പം ബൈബിളിലും യഹൂദിയരുടെയൊക്കെ അത് ഫുള്ളായിട്ട് തുറന്ന് മുഴുവനാക്കി വായിച്ചറിയാൻ പഠിക്കുക. അതുകൊണ്ട് പാതി അറിയും വെച്ച് പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതുവഴി കക്ഷത്തിൽ കയറ്റി വെച്ചിരുന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഗുഡ്കയും ഡ്രഗ് അടിച്ചിരുന്നിട്ട് റോം കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസ് തന്നെയാണ് തമ്മിൽ കൊല്ലിച്ച് ഇല്ലാണ്ടാവണത്. അതിനെ പിടിച്ചു നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് ഇതുള്ളത് ആദ്യമേ തൊട്ടുള്ളത് അനുവർത്തിക്കുന്നതാണ് ആൽഫ ടു ഒമേഗ കാര്യങ്ങൾ ചെയ്യുന്നത്. ആളുടെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് പെണ്ണുങ്ങൾ ശിഖണ്ഡികൾ ആരാധിക്കണവർ പറയൂ, തമ്മിൽ കൊല്ലിക്കണവർ, പിൽസും അബോർഷനും നടക്കണവർ. അതല്ല പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെയും ധൈര്യമില്ലാണ്ട് ചാവും. സ്വയം കഴുത്തിൽ വെട്ടേറ്റ് കിട്ടിയ ധൈര്യമില്ലാണ്ട് ചത്തഴിഞ്ഞാൽ സ്ത്രീകളെ വരെ അവർ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ബുദ്ധിയില്ലാത്ത പോലെ ധൈര്യമില്ലാണ്ട് ചത്തിട്ട് അത് പിടിച്ച് നിൽക്കാമെന്ന് പറയാൻ പറ്റില്ല തന്നെ.